Yeah, are you excited, girls? Yay! Oh, yay! Is Imber excited? Imru, you gonna join with them? Yes, he's gonna be the main character. No. You will. ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡി എം എയുടെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷന് നമ്മൾ പെമ്പിളാരുടെ ഒരു ഡാൻസ് കളിപ്പിച്ചായിരുന്നു. അന്നേരം അതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് എടുത്തത് എന്ന് ഒരു വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിച്ചു. സോ ആസ് യൂഷ്വൽ സാധാരണ ഈ എല്ലാവരും ചെയ്യുന്ന പോലെ ഈ ബോളിവുഡ് ഡാൻസ് കുറച്ച് മിക്സ് ചെയ്യുക, പിന്നെ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുക, അത് ഓക്കെയാണ് എനിക്ക്. പക്ഷേ എനിക്ക് അതിനും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നോർത്ത് സൈഡിലേക്കുള്ള ഒരു ഗർഭ ഡാൻസ്, ആ ഒരു സ്റ്റൈൽ ഡാൻസ് പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിന് മുന്നേ പിള്ളേരെ കൊണ്ട് അതിങ്ങനത്തെ ചെയ്യിപ്പിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് മാച്ചാവുന്ന ടൈപ്പ് 2-3 സോങ്ങുകൾ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ പിള്ളേരുടെ കൂട്ടത്തിൽ പിള്ളേരുടെ ഒരു കൊച്ചിൻ്റെ അമ്മ സജസ്റ്റ് ചെയ്ത പോലെ തമന്നയുടെ ഒരു സോങ്ങും സെലക്ട് ചെയ്തു. അത് ഇതിൻ്റെ കൂടെ അത്ര പോകത്തില്ലെങ്കിലും ബട്ട് എനിക്കും ഇഷ്ടമായിരുന്നു ആ സോങ്. പിന്നെ അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ പിള്ളേരിങ്ങനെ ഒരു ഡാൻസ് പിക്കപ്പ് ചെയ്യുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ അത്യാവശ്യം നല്ലതായിട്ട് കളിച്ചു. അങ്ങനെ നമ്മൾ ആ സോങ്ങും ചൂസ് ചെയ്ത് ആസ് യൂഷ്വൽ ഫസ്റ്റ് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ 3 സോങ്ങാണ് സെലക്ട് ചെയ്തത്. അതിനകത്ത് ഓരോ സോങ്ങിനകത്തും നമ്മൾ ഓരോരോ പ്രോപ്പർട്ടീസ് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സോങ് നമ്മൾ രംഗീലോ മാറോ ധോൽന എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു ഹിന്ദി സോങ്ങാണ്. അതൊരു ഭയങ്കര നല്ലൊരു എഫക്റ്റാണ്. ഇത്ര പഴയതാണെങ്കിൽ പോലും നല്ലൊരു സോങ്ങാണത്. അന്നേരം അതിനകത്ത് നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്നത് ഈ നോർത്ത് സൈഡിലേക്ക് ഇങ്ങനെ ഈ ഡ്രം റൗണ്ട് സൈസിൽ ഡ്രമ്മ് വെച്ചിട്ട് അവർ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നേരം അത് ഇവിടെ അവൈലബിൾ അല്ല. ആമസോണിൽ അവൈലബിൾ ആണ്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. ജസ്റ്റ് ഒരു ഡാൻസിന് വേണ്ടി നമ്മളത്രയും മുടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ കയ്യിലൊരു റൗണ്ട് ഷേപ്പ് പില്ലോ കവർ ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം അതെടുത്തിട്ട് അതിനകത്ത് 4 ഉള്ളായിരുന്നു കറക്റ്റ്. അന്നേരം അതിനനുസരിച്ച് ഞാൻ അതിൻ്റെ ഡാൻസ് കോറിയോഗ്രാഫി ചെയ്തത്. അതിനകത്ത് നമ്മളൊരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ വെട്ടി അതിനകത്ത് ഫില്ല് ചെയ്ത് പിന്നെ കുറച്ച് സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് നമ്മളത് സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു. അതാണ് ഫസ്റ്റ് സോങ്ങിന് നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ സെക്കൻഡ് സോങ് എന്ന് പറയുന്നത് ദീപിക പദുകോണിൻ്റെ രാംലീല എന്ന് പറയുന്ന മൂവിയിലെ ഒരു സോങ്ങാണ്. അതും ഈ നവരാത്രി ഇതിൻ്റെ ടൈപ്പ് ഗർഭ ഡാൻസ് പോലത്തെ ഒരു സ്റ്റൈലാണ്. അന്നേരം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചത് സ്റ്റിക്കാണ്. സത്യം പറഞ്ഞാൽ സ്റ്റിക്ക് ഉണ്ടാക്കാനായിട്ട് നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുവാണ് ചെയ്തത്. അത് യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ 3-ാമത്തെ സോങ് തമന്നയുടെ ഒരു ട്രെൻഡിങ് സോങ്ങാണ് എടുത്തത്. അന്നേരം അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തത് ഈ ചിയർ ഗേൾസൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഗ്ലിറ്ററി ടാസൽ പോലുള്ള സാധനം ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. അതിന് സത്യം പറഞ്ഞാൽ ഉപയോഗിച്ചത് വീട്ടിലൊരു ഷൂറാക്ക് ഉണ്ടായിരുന്നു. ആ ഷൂറാക്കിൻ്റെ കമ്പി ഞാൻ സത്യം പറഞ്ഞാൽ ഊരിയെടുത്തു. അല്ലാതെ വേറെ കമ്പും കോലും ഒന്നും ഇവിടെ കിട്ടാനായിട്ടില്ലായിരുന്നു. അന്നേരം പിന്നെ ഈ ഷൂറാക്കിൻ്റെ കമ്പി എങ്ങനെ ഊരിയെടുക്കാൻ പറ്റും, അങ്ങനെ അത് ഊരിയെടുത്തു. പിന്നെ ഒരു പഴയ ഒരു ബർത്ത്ഡേക്ക് വാങ്ങിച്ച ഒരു ഈ ബാക്ക് ഡ്രോപ്പായിട്ട് ഉപയോഗിക്കുന്ന ഫ്രഞ്ച് ഫോയിൽ ബാക്കിയുണ്ടായിരുന്നു. അന്നേരം പിന്നെ അത് കട്ട് ചെയ്ത് 6 പീസായിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കി അതിനകത്തോട്ട് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ 2 വെച്ച് ഉണ്ടാക്കിയിരുന്നെങ്കിൽ സാറിന് ഒരാൾക്ക് 2 വെച്ചിട്ടാണ് വേണ്ടത്. പിന്നെ എൻ്റെ കയ്യിൽ ഒറ്റ ഫ്രിഞ്ച് ഉള്ളായിരുന്നു. പിന്നെ ഇനി വേറെ വാങ്ങിക്കാൻ പോകണ്ടല്ലോ എന്ന് കരുതി ഒരെണ്ണത്തേൽ ഒതുക്കി തീർത്തു. പിന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ കോസ്റ്റ്യൂംസ്. കോസ്റ്റ്യൂം സത്യം പറഞ്ഞാൽ ഇതിന് വേണ്ടി സ്പെഷ്യൽ കോസ്റ്റ്യൂമാണ് ഉള്ളത്. ഇന്ത്യയിൽ നിന്ന് വരുത്തിക്കാൻ നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഇനി സമയം എടുക്കും. അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഒരാൾക്ക് ഏകദേശം ഒരു 20 പൗണ്ട് സംതിങ് ആകും. അന്നേരത്തെ പിന്നെ നമുക്ക് എന്തിവിടെ ചെയ്യാമെന്ന് വിചാരിച്ച് ഷീനിൽ ആസ് യൂഷ്വൽ നമ്മുടെ ഷീനിൽ തപ്പി നോക്കിയപ്പോൾ ഏകദേശം അതിനോട് മാച്ചായിട്ടുള്ള ഒരു സ്കേർട്ട് കിട്ടി. അന്നേരം ആ സ്കേർട്ട് വാങ്ങിച്ചു. അഡൽട്ട് സൈസായിരുന്നു. അതെല്ലാം എനിക്ക് ഓൾട്ടർ ചെയ്ത് ചെറുതാക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ കുറച്ച് മിറേഴ്സും ഒക്കെ ഷീനിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. അതേ തന്നെ കുറേ മിറേഴ്സൊക്കെ ഒട്ടിച്ചു. എന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു, നിങ്ങൾക്ക് കാണാം. അങ്ങനെ മിറേഴ്സൊക്കെ ഒട്ടിച്ച് സ്കേർട്ട് സെറ്റ് ചെയ്തു. പിന്നെ എല്ലാവരും സ്വന്തമായിട്ട് ബ്ലാക്ക്
ടോപ്പ് എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തെ ഫുള്ളി ബ്ലാക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേജിൽ നല്ല പ്രിറ്റി ആണെങ്കിൽ പോലും സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു ഇച്ചിരി കളർഫുൾ അല്ലെങ്കിൽ ഭയങ്കര ഡള്ളായിട്ട് തോന്നും. അതുകൊണ്ട് തപ്പി പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും ആമസോണിൽ നല്ലൊരു സ്റ്റൈല് ഏകദേശം ഇതിനോട് മാച്ചായിട്ടുള്ളൊരു ഷോള് കിട്ടി. അങ്ങനെ അത്രയും ഷോളും നമ്മൾ സംഘടിപ്പിച്ചു. പിന്നെ ഇത് ഏത് സ്റ്റൈലിൽ ഡ്രേപ്പ് ചെയ്യണമെന്നുള്ളതായിരുന്നു പിന്നത്തെ കൺഫ്യൂഷൻ. ലോകത്തുള്ള എല്ലാ സ്റ്റൈലുകളും ഞാൻ ഡ്രേപ്പ് ചെയ്ത് നോക്കി. സിയാൻ ലാസ്റ്റ് ഫെഡപ്പായി എന്നെയും കൊണ്ട്. അങ്ങനെ കാരണം ഒരു സ്റ്റൈൽ ഇടുമ്പോഴത്തേക്കും സ്കേർട്ട് കറങ്ങുമ്പോൾ സ്കേർട്ട് നല്ലതായിട്ട് വിരിഞ്ഞ് കറങ്ങണമല്ലോ. അന്നേരം ഒരു സ്റ്റൈൽ ട്രൈ ചെയ്യുമ്പം കൊള്ളത്തില്ലായിരിക്കും, ഒരു ഭംഗിയില്ലായിരിക്കും. അടുത്ത ചെയ്യുമ്പോഴത്തെ സ്കേർട്ട് റൗണ്ടായിട്ട് കറങ്ങത്തില്ല. അങ്ങനെ പല പല ഇഷ്യൂസ്. അങ്ങനെ ലാസ്റ്റ് ഒരു സ്റ്റൈൽ കണ്ടുപിടിച്ചു. അങ്ങനെ അതിൽ ഉറപ്പിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസും ഷെയ്നിന്ന് വാങ്ങിച്ചു. കൊയിലൂസും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ പ്രിറ്റിയായിരുന്നു. ഐ വാസ് സോ ഹാപ്പി അബൌട്ട് ദ ഔട്ട്കം. എവ്രി വൺ ഡിഡ് റിയലി വെൽ. ഇറ്റ് വാസ് എ വെരി പ്രിറ്റി ഡാൻസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ഡാൻസ് കളിക്കുന്നതിന് ഇത്രയും തള്ളൊക്കെ വേണോ എന്ന് തോന്നി. എന്നാൽ ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ്. താങ്ക് യു. ബൈ.